ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ഒന്നിലുറച്ചിരുന്നാൽ രണ്ടിൻ്റെയും ഫലം നേടാം. അതുകൊണ്ട് സാഖ്യവും യോഗവും രണ്ടല്ല, ഒന്നാണ്. ഇതിൻ്റെ അർത്ഥം സാഖ്യവും യോഗവും ഒന്നാണെന്നല്ല, ഫലൈകത്വം കൊണ്ട് ഒന്നാണ്. ഏകസ്യപി സമ്യക് അനുഷ്ഠാനാത് കഥം ഉഭയോഃ ഫലം വിന്ദതേ ഇതി ഉച്യതേ. ഏകസ്യ അപി സമ്യക് അനുഷ്ഠാനാത് കഥം ഉഭയോഃ ഫലം വിന്ദതേ ഇതി ഉച്യതേ. അപ്പൊ ഒന്ന് നല്ലപോലെ അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം എങ്ങനെയാ കിട്ടുക? അതെങ്ങനെയാണ്? ഉച്യതേ, ഇതാ പറയുന്നു, നോക്കൂ. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സാഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈഃ അപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സഹ പശ്യതി. ഇതാണ് പദച്ഛേദം. യത് സ്ഥാനം സാഖ്യൈഃ പ്രാപ്യതേ. യാതൊരു സ്ഥാനം, യാതൊരു സ്ഥാനത്തെ എന്നർത്ഥം. ഇവിടെ സ്ഥാനം എന്നെടുത്താൽ മതി മലയാളത്തിൽ പറയുമ്പോൾ. യാതൊരു സ്ഥാനം സാഖ്യരാൽ പ്രാപിക്കപ്പെടുന്നുവോ, ആത്മജ്ഞാനികളായ പാരമാർത്ഥിക സന്യാസനിഷ്ഠയിൽ ഉറച്ചവരാൽ യാതൊരു സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ, ജ്ഞാനനിഷ്ഠന്മാരാൽ യാതൊരു സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ, തത് അതേ സ്ഥാനം യോഗൈഃ അപി ഗമ്യതേ യോഗികളാലും പ്രാപിക്കപ്പെടുന്നു. യോഗന്മാരെന്ന് പറഞ്ഞാൽ യോഗികൾ. അപ്പൊ യോഗികളാലും അതേ സ്ഥാനം പ്രാപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി. സാഖ്യവും യോഗവും ഒന്നാണെന്ന് യാതൊരാൾ കാണുന്നുവോ സഹ പശ്യതി, അവൻ കാണുന്നു, അയാൾ കാണുന്നു. എന്താ? അതൊരു ശൈലിയാണ്, ശാസ്ത്രത്തിന്റെ ഒരു ശൈലിയാണ്. അതാര് കാണുന്നു? അവൻ കാണുന്നു എന്ന് പറഞ്ഞാൽ അവനെ കാണുന്നുള്ളൂ എന്നർത്ഥം. അവനാണ് സമ്യക്കായി കാണുന്നത് എന്നർത്ഥം. അയാളാണ് ശാസ്ത്ര താല്പര്യത്തെ കാണുന്നത് എന്നർത്ഥം. ആര്? സാഖ്യവും യോഗവും രണ്ടു തന്നെ, എന്നാൽ ഒന്നാണെന്ന് ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ട് ഒന്നാണെന്ന് പറഞ്ഞു? ഫലൈകത്വം കൊണ്ട്. രണ്ടിൻ്റെയും ഫലം ഏകമാണെന്നതുകൊണ്ട്. അങ്ങനെ ഫലൈകത്വം കൊണ്ട് സാഖ്യവും യോഗവും ഒന്നാണെന്ന് ആര് കാണുന്നുവോ അയാൾ കാണുന്നു. അയാൾ ശാസ്ത്രാർത്ഥത്തെ കാണുന്നു. അയാളാണ് കാണുന്ന ആള്. അവിടെ ഫലൈകത്വം എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ ഫലൈകത്വം എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാക്കണം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു തരും. നതു വസ്തുപലബ്ധയെ, അന്ധകരണത്തിന്റെ ശുദ്ധിക്കായിക്കൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും വിധിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ വസ്തുപ്രാപ്തിക്കല്ല.
വസ്തുസിദ്ധിർ വിചാരേണ, വസ്തുസിദ്ധി വരുന്നത് വിചാരം കൊണ്ടാണ്. പക്ഷെ വിചാരം ചെയ്യണമെങ്കിൽ വിചാര സാമർഥ്യം വരണം. വിചാര സാമർഥ്യം വരണമെങ്കിൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയും വരണം. ചിത്തശുദ്ധിയും ഏകാഗ്രതയും വരണമെങ്കിൽ നിഷ്കാമ കർമാനുഷ്ഠാനം സഹായകമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിഷ്കാമ കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധിയും ഏകാഗ്രതയും, അങ്ങനെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും വന്നാൽ വിചാര സാമർഥ്യത്തിലൂടെ തത്വജ്ഞാനപ്രാപ്തി. അപ്പോൾ ചിത്തശുദ്ധി അല്ലെങ്കിൽ ഏകാഗ്രത ഇല്ലാത്ത ആൾക്ക് വിചാരം ചെയ്തൂടെ? വിചാരം ചെയ്യാം, വിചാരം ആർക്കും ചെയ്യാം. പക്ഷെ എത്തിച്ചേരുന്ന നിഗമനങ്ങളൊക്കെ അബദ്ധങ്ങളായിരിക്കും, എല്ലാം അബദ്ധമായിരിക്കും. അപ്പൊ ശരിയായി ശാസ്ത്ര താത്പര്യം മനസ്സിലാക്കണമെങ്കിൽ ഏകാഗ്രതയും ശുദ്ധിയും അനിവാര്യമാണ്. അതിലേക്ക് നയിക്കുന്നു കർമ്മയോഗാചരണം. അപ്പോൾ കർമ്മയോഗം ചിത്തശുദ്ധിദ്വാര തത്വജ്ഞാനത്തിലെത്തിക്കുന്നു. തത്വജ്ഞാനം മുക്തിയിലേക്ക് ഉയർത്തുന്നു. തത്വജ്ഞാനി മുക്തനാകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും മുക്തിഫലത്തിലേക്ക് ഉയരുന്നു. ഒന്ന് പരമ്പരയാ, മറ്റൊന്ന് സാക്ഷാത്. അത്രയേ ഉള്ളൂ. ഈ സാക്ഷാത്ത് എന്ന് പറയുന്ന ആളും പരമ്പരയെ അവിടെ എത്തിച്ചേർന്ന ആളാണ്. ജന്മാന്തരങ്ങളിൽ, ജന്മജന്മാന്തരങ്ങളിലുള്ള സാധന യാത്രയാണ്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. അനേക ജന്മങ്ങൾക്കൊടുവിലാണ് ജ്ഞാനി എന്നെ പ്രാപിക്കുന്നത്. അങ്ങനെയാണെന്ന് നമ്മളൊന്നും ഇപ്പോൾ പഠിച്ചിട്ട് പ്രയോജനമില്ലെന്ന് പറയരുത്. എന്തുകൊണ്ട്? നമുക്കൊക്കെ ഇപ്പം എത്ര ജന്മം കഴിഞ്ഞു എന്ന് ആർക്കറിയാം? വേദാന്ത വിചാരത്തിലേക്ക് ഒരാൾക്ക് പ്രവേശം ലഭിച്ചെങ്കിൽ അനേക ജന്മസാധന ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അല്ലാതെ വേദാന്ത വിചാരത്തിലേക്ക് പ്രവേശം ലഭിക്കില്ല. അങ്ങനെ പ്രവേശം ലഭിച്ചാൽ തന്നെയും തത്വവിജ്ഞാനത്തിലേക്ക് വീണ്ടും ബഹുദൂരമുണ്ട്. അതാണ് വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ യാതൊരു സ്ഥാനത്തെ സാഖ്യന്മാർ പ്രാപിക്കുന്നുവോ അതേ സ്ഥാനത്തെ യോഗികളും പ്രാപിക്കുന്നു. അതുകൊണ്ട് ഫലൈകത്വം കൊണ്ട് ഏകം സാഖ്യം ച യോഗം ച, സാഖ്യവും യോഗവും ഒന്ന് തന്നെയാണ്. ഏവം പശ്യതി, യാതൊരാൾ ഇങ്ങനെ കാണുന്നുവോ സഹ പശ്യതി ശാസ്ത്രാർത്ഥം, അയാൾ ശാസ്ത്രാർത്ഥത്തെ കാണുന്നു. ഇതാണ് താത്പര്യം. ഇങ്ങനെയാണ് പറഞ്ഞത്. വ്യക്തമാണല്ലോ ആശയം? നോക്കൂ. യത് സാഖ്യൈഹി ജ്ഞാനനിഷ്ഠൈഹി സന്യാസിഭിः പ്രാപ്യതേ സ്ഥാനം മോക്ഷാഖ്യം തത് യോഗൈഹി അപി. ജ്ഞാനപ്രാപ്തിപായത്വേന ഈശ്വരെ സമർപ്യ കർമാണി ആത്മനഃ ഫലം അനഭിസന്ധായ അനുതിഷ്ഠന്തി യേ തേ യോഗിനഃ തൈഹി അപി പരമാർത്ഥജ്ഞാന സന്യാസ പ്രാപ്തിദ്വാരേണ ഗമ്യതേ ഇത്യഭിപ്രായഃ. അതഃ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി ഫലൈകത്വാത് സഹ സമ്യക് പശ്യതി ഇത്യർത്ഥഃ. യത് സാഖ്യൈഹി ജ്ഞാനനിഷ്ഠൈഹി സന്യാസിഭിः പ്രാപ്യതേ സ്ഥാനം മോക്ഷാഖ്യം തത് യോഗൈഹി അപി. ജ്ഞാനപ്രാപ്തിപായത്വേന ഈശ്വരേ സമർപ്യ കർമാണി ആത്മനഃ ഫലം അനഭിസന്ധായ അനുതിഷ്ഠന്തി യേ
തേ യോഗിനഃ തൈഹി അപി പരമാർത്ഥജ്ഞാന സന്യാസ പ്രാപ്തിദ്വാരേണ ഗമ്യത്തെ ഇത്യഭിപ്രായഃ. അതഃ ഏകം സാഖ്യം യോഗം ച യഃ പശ്യതി ഫലൈകത്വാത് സഹ സമ്യക് പശ്യതി ഇത്യർത്ഥഃ. അപ്പോ യത് സാഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം, യത് സ്ഥാനം സാഖ്യൈഹി പ്രാപ്യതേ, യാതൊരു സ്ഥാനത്തെ, യാതൊരു സ്ഥാനം സാഖ്യരാൽ പ്രാപിക്കപ്പെടുന്നുവോ. ഏതാ സ്ഥാനം? മോക്ഷം, നിരതിശയമായ സുഖം അഥവാ ആത്യന്തികമായ ദുഃഖ നിവൃത്തി. ആത്യന്തിക ദുഃഖ നിവൃത്തി അഥവാ നിരതിശയ സുഖപ്രാപ്തി, അതിന് പറയുന്ന പേരാണ് മോക്ഷം. പലപ്പോഴും നമ്മൾ ശാസ്ത്രാർത്ഥ സമ്പ്രദായത്തിൽ ഏറെ പ്രവേശിച്ചിട്ടില്ലാത്ത സ്ഥിതിയിൽ മോക്ഷം എന്ന് പറയുമ്പോൾ എന്തോ മരണാനന്തരമുള്ളതാണെന്നൊക്കെ വിചാരിക്കും. മരിച്ചിട്ടാണ് മോക്ഷം. മരിച്ചിട്ട് മോക്ഷമല്ല, മരിച്ചിട്ട് ജനനമാണ്. മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ്. അഥവാ മരിച്ചിട്ടാണ് മോക്ഷമെങ്കിൽ പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ അർത്ഥമില്ല. വേദാന്ത ശാസ്ത്രത്തിൽ ഒട്ടും അർത്ഥമില്ല. എന്തുകൊണ്ട്? ഇത് ഉപദേശിച്ചവർ അനുഭവിച്ചവരല്ലല്ലോ. മരിച്ചിട്ടാണ് മോക്ഷമെങ്കിൽ മോക്ഷാനുഭവം ഇല്ലാത്തവരാണല്ലോ മോക്ഷത്തെക്കുറിച്ച് ഉപദേശിച്ചത്. പിന്നെ അതെന്തിനാ വിശ്വസിക്കണേ? എന്തിനാ അതിനെ പിന്തുടരുന്നേ? മുക്തപുരുഷന്മാര് സ്വാനുഭവത്തിന്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ട് ഉപദേശിച്ചു വേദാന്തം. അതുകൊണ്ട് പരമപ്രമാണമായ വേദാന്തത്തിനും പ്രമാണീഭൂതന്മാരാണ് വിദ്വാൻമാര്. ആ വിദ്വാൻമാരെ കണ്ടിട്ടാണ് നമ്മൾ വേദാന്തത്തിൽ പ്രവർത്തിക്കുന്നത്. കാരണം അവരുടെ വാക്കുകളിൽ, അവരുടെ നിഷ്ഠയിൽ, അവരുടെ ജീവിതത്തിൽ സംശയത്തിന്റെ കണികയില്ല. ആ സംശയരഹിതമായ ജ്ഞാനം സ്വാനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്വാനുഭവം ജീവിച്ചിരിക്കുമ്പോഴാണ്, മരിച്ചിട്ടല്ല. അതുകൊണ്ട് വേദാന്ത പ്രതിപാദിതമാകുന്ന മോക്ഷം മരണാനന്തരമല്ല, അത് ഉറപ്പിക്കണം. കാരണം മോക്ഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന എന്തോ ഒരവസ്ഥയാണെന്ന് പലപ്പോഴും ധരിക്കും. അങ്ങനെ ധരിച്ചാൽ പിന്നെ വേദാന്ത ശാസ്ത്രത്തിന് ഒരു പ്രവൃത്തിയും പ്രസക്തിയും ഇല്ല. ചിന്തിക്കുക. ആർക്ക്? ഇവിടെ ഇരിക്കുക ഒരാൾ രോഗിയായിട്ട് കിടക്കുന്നു, മരണശയ്യയിലാണ്, വളരെ കഷ്ടപ്പെടുന്നു, ശരീരം വളരെ ക്ലേശകരമായ അവസ്ഥയിലാണ്. ഇനി അങ്ങോട്ട് പറയാനില്ല. വേറൊരാള് അങ്ങനെയല്ലാതെ അനായാസേന മരിക്കുന്നു. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. എന്നാൽ ശരീര താദാത്മ്യമില്ലാത്ത, തീർത്തും സാക്ഷിഭാവത്തിൽ സകലത്തിനെയും നോക്കിക്കാണാൻ കഴിയുന്ന ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് ലോകദൃഷ്ട്യ അത്യധികം ക്ലിഷ്ടമായ ഒരു സ്ഥിതിവിശേഷത്തിലും ആന്തരികമായി മാറ്റം ഉണ്ടാവില്ല. ഇതില് രസകരമായൊരു സന്ദർഭം, ദൃഷ്ടാന്തം നമുക്ക് ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കാണുന്നവർക്ക് മുഴുവൻ വളരെ സഹതാപം തോന്നിക്കുന്ന രീതിയിൽ അങ്ങനെ ഓടിക്കിടക്കുക. അപ്പൊ കാണാൻ ആൾക്കാരിങ്ങനെ വരും. അയ്യോ, നിവൃത്തിയില്ലേ, വേദന കൊണ്ട്, ഇതെന്ത് മഹാപാപാണ് ഞാൻ ചെയ്തത്,
കണ്ടവർ മുഴുവൻ കാല് പിടിച്ചിട്ട് ഉണ്ടായിട്ടുള്ള കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബഹളം വെക്കും. എല്ലാവരും പോയി എന്ന് കണ്ടാൽ അപ്പം വന്നവർ വിചാരിക്കും ഈ പാവത്ത് എന്തിനാ ശല്യപ്പെടുത്തുന്നത്, നമുക്ക് പോവാം. പോയി എന്ന് കണ്ടാൽ അന്തരംഗ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി വേദാന്ത തത്വോപദേശം ചെയ്യും. നമ്മൾ ബാഹ്യദൃഷ്ടിയിൽ ക്ലേശകരമാണെന്ന് തോന്നുന്ന ഒരവസ്ഥാവിശേഷത്തെ ഏത് ഭാവത്തിൽ വിദ്വാൻ നോക്കി കാണുന്നു എന്നുള്ളത് വിദ്വാന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പഞ്ചദശി എന്നുള്ള തൻ്റെ പ്രസിദ്ധമായ വേദാന്ത ഗ്രന്ഥത്തിൽ വിദ്യാരണ്യസ്വാമികൾ പറയുന്നുണ്ട്, ഒരു വിജ്ഞാനി ഭൂമിയിൽ ഉരുണ്ടു മരിച്ചാലും അവൻ മുക്തൻ തന്നെയാണ്. വിലുഢൻ ഭുവി എന്നാ പ്രയോഗിച്ചുള്ളത്. ഭൂമിയിൽ ഉരുണ്ടു മരിച്ചാലും അയാൾ മുക്തൻ തന്നെയാണ്. അത് ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ വ്യാപാരമല്ല താൻ. ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ ധർമ്മം അവയ്ക്കുണ്ടാവും. അയ്യോ വേദനയാവണേന്ന് പറഞ്ഞാലും അവൻ അതിൽ നിന്ന് മാറി നോക്കിക്കാണാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടുണ്ടാവും. അത് പുറമെ കാണുന്നതല്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റണതുമല്ല. അപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതിലൊക്കെ ഭിന്നമായ വ്യവഹാരങ്ങളുണ്ടാവും. നമ്മൾ സ്വാമിജിയുടെ അവസാന നാളുകളിൽ, ശരീരത്തിൻ്റെ അവസാന നാളുകളിൽ തീരെ വയ്യ. അപ്പം നമ്മളൊക്കെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. പോയൊക്കെ കണ്ട് തിരിച്ചു പോന്നു. അപ്പം ആ സമയത്ത് ആദ്യം ഭക്ഷണങ്ങളൊക്കെ നിർത്തി അര കഷ്ണം റൊട്ടി എന്ന് പറഞ്ഞാൽ സുക്ക റൊട്ടി അര കഷ്ണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് നിർത്തി, പിന്നെ അര ഗ്ലാസ് പാല് കുടിക്കാൻ തുടങ്ങി. പിന്നെ അത് നിർത്തി അര ഗ്ലാസ് വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ അത് നിർത്തി ക്രമേണ ഒരു ബോധവും ഇല്ല, പ്രജ്ഞയില്ല, ദയനീയമായ സ്ഥിതിയിൽ അങ്ങനെ കിടക്കുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചിലരൊക്കെ എന്നാൽ പിന്നെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ചിലർ ഇങ്ങോട്ട് ഫോൺ ചെയ്തു, സ്വാമി എന്താ വേണ്ടോ? ഞാൻ സ്വാമിജി സ്വന്തം നിശ്ചയിച്ചതല്ലേ, നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, ഇപ്പോൾ കിടക്കട്ടെ. അത് വയ്ക്കുകയോ എന്നൊരു വിഭാഗത്തിന്. എന്നാൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നും പറഞ്ഞു. അല്ലാണ്ട് എന്ത് പറയാനാ? ഇപ്പം പ്രജ്ഞ ഇല്ലാത്ത ആളാട്ടോ, ഒരു ബോധമില്ലേ, വെറും എല്ലും തോലുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണേ. അങ്ങനെ ഡോക്ടർ വന്നു ഒക്കെ നോക്കി. എന്തായാലും വൈദ്യശാസ്ത്രം അനുസരിച്ച് കൊടുത്തേ മതിയാവൂ. എന്ത്? ഉപ്പും ഗ്ലൂക്കോസും കുത്തിവെച്ചേ മതിയാവൂ, വേറെ വഴിയില്ല. ഉടനെ തന്നെ ആശുപത്രിയിലല്ല, ആശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഒരു കുറ്റിയൊക്കെ ഉണ്ടാക്കി ആ കുറ്റീൻ്റെ മുകളിൽ 2 ഇതൊക്കെ വെച്ച് കെട്ടി 2 കുപ്പി അതിൻ്റെ മുകളിൽ വെച്ച്, ഒന്നിൽ സലൈനും മറ്റതിൽ ഗ്ലൂക്കോസൊക്കെ വെച്ച് അത് ഉചിതമായ രീതിയിലുള്ള അളവൊക്കെ ശരിയാക്കി കുത്താൻ നോക്കുകയാണേ. ഇപ്പോൾ സ്വാമി പ്രജ്ഞ അല്ലാണ്ട് കിടക്കുകയാണല്ലോ, ഒരു ബോധമില്ലല്ലോ. കുത്താനൊക്കെ സ്പിരിറ്റൊക്കെ ആക്കി കയ്യിൽ കുത്താൻ സൂചി എടുക്കുന്ന ഒരു ഒറ്റയടിയാ. ഡോക്ടറും തെറിച്ചു വീണു, ഈ കുറ്റിയും 2 കുപ്പിയും ഒക്കെ. അത് കഥയല്ല പറയണത്. കാരണം അയാൾ കണക്കാക്കിയാൽ അയാൾ വീഴൊന്നുമില്ല. നമ്മൾ ഈ അടി വരും നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറ്റില്ല, നമ്മൾ ശരിക്ക് നിൽക്കാൻ പറ്റും. ഇത് കണക്കാക്കണില്ല, ബോധമല്ലാതെ കിടക്കാൻ മനുഷ്യനല്ലേ. അതുകൊണ്ട് കണക്കാക്കിയിട്ടില്ല, ഇയാൾ തെറിച്ചു പോയി. അപ്പോൾ കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാ നമുക്ക് ഇനി ഇതൊന്നും വേണ്ട. എന്നിട്ട് കുപ്പിയും കുറ്റിയൊക്കെ എടുത്ത് പോയി. ഞാനും കുത്തി വെച്ചില്ല. അതിന് 2ാമത്തെ ദിവസം ശരീരം ശാന്തമാവുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും നമ്മൾ വിചാരിക്കണ പോലെ അല്ല. നമ്മൾ വിചാരിക്കുക എന്താ, എന്നാൽ പിന്നെ സന്യാസി അങ്ങനെ അടിക്കാൻ പാടുണ്ടോ എന്നാണ്. നീ പോയി സന്യാസിനെ കുത്താൻ പാടുണ്ടോ? ചിന്തിക്കുക. വിലുഢൻ ഭുവി, ഭൂമിയിൽ ഉരുണ്ട് മരിച്ചാലും മുക്തൻ തന്നെയാണ്, ബദ്ധൻ തന്നെയാണ്. അത് പ്രത്യേകം. കാരണം ശരീരത്തിൻ്റെ സ്ഥിതി അല്ല മുക്തി, ശരീരത്തിനല്ല മോക്ഷം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇത് മറ്റൊരു വലിയ അജ്ഞാനത്തിൻ്റെ സൂചകം കൂടി പറയാം. ചിലർക്കുണ്ട് എൻ്റെ ശരീരം വല്ലതൊക്കെ ചെയ്താൽ മുക്തി ഇല്ലാണ്ടായി പോവുമോ, ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തു അതുകൊണ്ട് എനിക്ക് മോക്ഷം ഇല്ലാണ്ടായി പോവുമോ, അല്ലെങ്കിൽ ശരീരഭാഗം വേറെ പലർക്കും ദാനം ചെയ്തു അതുകൊണ്ട് മോക്ഷം ഇല്ലാണ്ടായി പോവുമോ എന്നൊക്കെ ചിന്തിക്കണവരുണ്ട്. ശരീരത്തിനല്ല മോക്ഷം എന്ന് മനസ്സിലാക്കുക. ശരീരത്തിനാ മോക്ഷം അല്ല, പിന്നെന്താ? അത് എന്ത് ചെയ്താലെന്താ? മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാണ്ട് എങ്ങനെയെങ്കിലും സംസ്കരിക്കണം, അത്രയേ ഉള്ളൂ. ഇരിക്കട്ടെ. നിരന്തരാഭ്യാസം കൊണ്ട് സാക്ഷിഭാവം വരാം. പക്ഷേ നിരന്തരാഭ്യാസം കൊണ്ടുണ്ടാകുന്ന സാക്ഷിഭാവം ചില സന്ദർഭം വരുമ്പോൾ ഓടി മറയും. മനസ്സിലായില്ല? ആലപ്പുഴയിൽ ഒരിക്കൽ ഒരു ബോട്ട് അപകടം വന്നിട്ട് കുറേ കുട്ടികൾ മരിച്ചു. അങ്ങനെ കുറേ കുട്ടികൾ മരിച്ച് അങ്ങനെ കുട്ടി മരിച്ച ഒരു അമ്മ വാവിട്ട് കരയുമ്പോൾ ആ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിലത്തെ അമ്മ. ജനിച്ചാൽ മരിക്കണ്ടേ, ഓരോരുത്തരുടെ പ്രാരബ്ധം അങ്ങനെയല്ലേ, നമുക്കറിയോ, എന്താ ചെയ്യുക, സഹിക്കല്ലാണ്ട് വഴിയുണ്ടോ, ഈശ്വരൻ തന്നു ഈശ്വരൻ കൊണ്ടുപോയി അങ്ങനെ വിചാരിച്ചാൽ പോരെ എന്നൊക്കെ ഉപദേശിക്കുക. അപ്പോഴാ മറ്റേ ആൾ വന്ന് പറഞ്ഞു നിങ്ങളെ കുട്ടിയും മരിച്ചു എന്ന്. ഉടനെ നെഞ്ചത്ത് അടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ മറ്റേ ആൾ എണീറ്റിട്ട് കാർത്തിയാനി നീ കരയണ്ട, ഇങ്ങനെയല്ലേ ജനിച്ചാൽ മരണം ഉറപ്പല്ലേ. അല്ല നോക്കൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അഭ്യാസം കൊണ്ടുണ്ടാവുന്ന സാക്ഷിഭാവം നിലനിൽക്കില്ല. അഭ്യാസം കൊണ്ട് സാക്ഷിഭാവം ഉണ്ടാവില്ല എന്ന് പറയണില്ല, അത് നിലനിൽക്കില്ല. തത്വജ്ഞാനത്താൽ സഹജമായ സാക്ഷിഭാവം മാത്രമേ സാക്ഷിഭാവമാവൂ. അത് ചിന്തിക്കേണ്ട വിഷയമാണ്, അതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണ്. അപ്പോൾ രാത്രി സംശയ നിവാരണത്തിന് വരട്ടെ. അതൊരു സംശയം, നല്ല സംശയമാണത്. അപ്പം ഇവിടെ സാഖ്യ ശബ്ദത്തിന് ഭാഷ്യകാരൻ ജ്ഞാനനിഷ്ഠനായ സന്യാസി എന്നാണ് പറയണത്. സാഖ്യൻ ജ്ഞാനനിഷ്ഠനായ സന്യാസി. ഇവിടെ ഈ സാഖ്യ ശബ്ദത്തിന് ഭാഷ്യകാരൻ 3-ാം അധ്യായത്തിൽ അർത്ഥം പറഞ്ഞത് വളരെ വളരെ വിശദമായി പറഞ്ഞൊരു ഭാഗമുണ്ട്. അതൊന്ന് നോക്കൂ. മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് സാഖ്യൻ എന്നുള്ളതെന്ന്. സാഖ്യാനാം ആത്മാനാത്മ വിഷയ വിവേകജ്ഞാനവതാം ബ്രഹ്മചര്യാശ്രമാദേവ കൃതസന്യാസാനാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം പരമാംസ പരിവ്രാജകാനാം ബ്രഹ്മണി ഏവ അവസ്ഥിതാനാം. 5 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒരാൾ സാഖ്യൻ എന്ന് പറയപ്പെടണമെങ്കിൽ ഭാഷ്യകാരൻ്റെ അഭിപ്രായമാണ്, ഇതിങ്ങനെ തന്നെയാണെന്നാരും പറഞ്ഞേക്കരുത്, ഭാഷ്യകാരൻ്റെ അഭിപ്രായമാണ്. ആത്മാനാത്മ വിഷയ വിവേകജ്ഞാനവാനായിരിക്കണം. ആത്മാനാത്മ വിഷയ വിവേക ജ്ഞാനം ഉള്ളവനായിരിക്കണം. 1. 2. ബ്രഹ്മചര്യാശ്രമാദേവ കൃത സന്യാസാനാം. ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യസിച്ചാളായിരിക്കണം. അതായത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവാതെ നേരിട്ട് സന്യസിച്ചാളായിരിക്കണം. 3. പരമഹംസ പരിവ്രാജകനായിരിക്കണം. പരമഹംസ സന്യാസ നിഷ്ഠയിൽ കഴിയുന്ന ആളായിരിക്കണം. ബ്രഹ്മണിയേവ അവസ്ഥിതനായിരിക്കണം. ബ്രഹ്മത്തിൽ തന്നെ അഭിന്നവൃത്തനായി കഴിയുന്നവനായിരിക്കണം. ഇത്രയും ലക്ഷണങ്ങളാണ് 3-ാം അധ്യായത്തിൽ സാഖ്യ ശബ്ദത്തിന് ഭാഷ്യകാരൻ പറയുന്നത്. ഇവിടെ പറയണത് ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസിമാരാൽ എന്നാണ്. അപ്പോൾ ജ്ഞാനനിഷ്ഠനായിരിക്കണം സന്യാസി. ജ്ഞാനനിഷ്ഠയിൽ സന്യാസം സഹജമാണ്. സന്യാസം ബാഹ്യമായിരിക്കുന്ന കാഷായം, മൊട്ട തുടങ്ങിയവയൊന്നുമല്ല, അത് ആന്തരികമാണ്. എന്നാൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ വ്യക്തമായി ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ചവരൊന്നും പരമഹംസ പരിവ്രാജകന്മാരൊന്നും പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പാരമാർത്ഥിക സന്യാസമല്ല. പാരമാർത്ഥിക സന്യാസം മാത്രമല്ല, ലിംഗപൂർവകമായ സന്യാസവും 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ 5-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടില്ല. ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസിമാരാലെന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ രണ്ടും ചേർത്ത് മനസ്സിലാക്കിയ സന്തോഷം.
അതന്നെയാ പറഞ്ഞ. അപ്പോ ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസിമാരാൽ യാതൊരു സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ മോക്ഷാഖ്യം, മോക്ഷം എന്ന പേരുള്ളത്, തത് യോഗൈഹി അഭിഗമ്യതേ, അത് യോഗന്മാരാലും യോഗികളാലും പ്രാപിക്കപ്പെടുന്നു. എന്താ ഇപ്പൊ യോഗി എന്ന് പറഞ്ഞ ആരാ? ജ്ഞാനപ്രാപ്തി ഉപായത്വേന ഈശ്വരേ കർമാണി സമർപ്യ, ജ്ഞാനപ്രാപ്തിക്ക് ഉപായം എന്ന നിലയ്ക്ക് ഈശ്വരനിൽ സകല കർമ്മങ്ങളെയും സമർപ്പിച്ചിട്ട് ആത്മനഃ ഫലം അനഭിസന്ധായ, എനിക്ക് എന്ന നിലയ്ക്ക് ഫലകാമന വയ്ക്കാതെ, ഇതെനിക്ക്, ഇതിന്റെ ഫലം എനിക്ക് എന്ന നിലയ്ക്ക് ഫലകാമന വയ്ക്കാതെ, ഫലകാമനാരഹിതമായിട്ട്. അപ്പൊ എന്തായി? ഞാൻ ഈശ്വരാർപ്പണം ഇതൊക്കെ ചെയ്യാണ്, ഇതുകൊണ്ട് ഈശ്വരൻ എന്നിൽ പ്രസാദിക്കട്ടെ, ഭഗവാനെ ഞാൻ അവിടുത്തെ സമർപ്പണം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് എന്നിൽ പ്രസാദിക്കണമേ എന്ന് തോന്നിയാലും പോയി അല്ലേ? അങ്ങനെയല്ലേ? അത് തോന്നിയാലും ആത്മനഃ ഫലം അനഭിസന്ധായ എന്നുള്ള ലക്ഷണം ശരിയാവില്ല. ഞാനിതൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചു, ഈ സമർപ്പണം കൊണ്ട് ഭഗവാൻ എന്നിൽ സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ യോഗായില്ല, കർമ്മയായുള്ളൂ. അപ്പൊ ഫലം അനഭിസന്ധായ. അങ്ങനെ പ്രാർത്ഥിക്കണം. അത് യോഗ അല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒഴിഞ്ഞതാണ് യോഗം. അത് മോശം എന്നാണോ പറഞ്ഞത്? മോശം എന്ന് പറഞ്ഞിട്ടില്ല, അത് വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്, ഉയർന്നതാണ് യോഗം. എനിക്ക് ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലും ആത്മനഃ ഫലം അഭിസന്ധായ, അനഭിസന്ധായ അല്ല. അതിന് ജ്ഞാനം വരണേന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അവിടെയും ഫലം അഭിസന്ധാനം ചെയ്യുന്നുണ്ട്. ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, എൻ്റെ പണി കഴിഞ്ഞു. വരുവോ വരാതിരിക്കുകയെ എന്താണെങ്കിൽ ചെയ്യട്ടെ, ഇവിടെ എന്ത് വേണം? എന്നാലും ഞാൻ നിന്നിൽ വളരെ പ്രസാദിച്ചിരിക്കുന്നു, അവിടെ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഞാൻ തരാം, ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി ഇവിടുന്ന്, അല്ലേ? ഇവിടുന്ന് ഒഴിഞ്ഞാൽ മതി, അത് പോരാ, എന്തെങ്കിലും അനുഗ്രഹം എനിക്ക് തന്നേ മതിയാവൂ, നിന്നോട് വേഗം ഒന്ന് ഒഴിവാക്കി തരാൻ ഞാൻ പറഞ്ഞു. എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നുറങ്ങേണ്ടതാണ്. എന്തെങ്കിലും തരാണ്ട് പോയില്ല എന്നാണ് ഉപദ്രവം. എന്നാ പിന്നെ കാര്യം ചെയ്തോളൂ, എൻ്റെ വലത്തെ കാലിലെ മന്ത് എടുത്തിട്ട് ഇടത്തെ കാലിലായിക്കോളൂ, എന്തെങ്കിലും ചെയ്തു എന്നൊരു കൃതാർത്ഥതയായല്ലോ. അല്ലാണ്ട് എന്താ, അത്രയേ ഉള്ളൂ. ആയിക്കോട്ടെ. ഉണ്ട്, അതറിയില്ല. അതെ, നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ഭഗവാന് സമർപ്പിച്ചപ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടായി. നമ്മൾ സങ്കല്പിച്ചു ഭഗവാൻ തൃപ്തനായി എന്ന് നമ്മൾ സങ്കല്പിച്ചു, ആ സങ്കല്പം കൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടായി, അത്ര നോക്കിയാൽ മതി, അതിന് അപ്പുറത്തേക്ക് നോക്കണ്ട. അപ്പോ അത് ഫലമല്ലേ, ആ തൃപ്തി അനുഭവിച്ചോളൂ, അനുഭവിക്കണ്ട പറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് തൃപ്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. ആ വന്നു ചേരുന്ന തൃപ്തി നമുക്ക് അനുഭവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കാം, വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. എതിർച്ചയാ പ്രാപിക്കുന്നതിനെ അനുഭവിച്ച് സന്തോഷിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് പ്രാർത്ഥിച്ചും കൊണ്ട് ചെയ്യണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്യണ മോശമാണോ? ഒരിക്കലും മോശമല്ല, പ്രാർത്ഥിച്ചു തന്നെ ചെയ്യണം. കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ പോരാ, അത് നേടാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോ സ്വാമി മറ്റോ നശിച്ചു പോട്ടെ, ഇവ നശിച്ചു പോട്ടെ എന്ന് പിന്നെ ചെയ്യാലോ, എന്താ ചെയ്താല്? നോക്കൂ, വ്യത്യസ്ത തലങ്ങളാണിതൊക്കെ. ഓരോ തലങ്ങളിലും അതത് തലത്തിലുള്ളവർക്കുള്ളതാണ്. ഇവിടെ യോഗം എന്നുള്ള തലത്തിൽ ഒരു പ്രത്യുപകാര പ്രതീക്ഷയോ ഭഗവാനിൽ നിന്ന് ചിത്തശുദ്ധി പ്രാർത്ഥിക്കുന്ന പോലും
ഇല്ല. യോഗം എന്നുള്ളത് അവിടെ സമർപ്പണം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഭഗവാന് സമർപ്പിക്കണം, കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അവിടെ നിങ്ങോട്ട് എന്തെന്നുള്ള നോട്ടമില്ല. അതിന്റെ ഫലമായിട്ട് ഇവിടെ തൃപ്തി ഉണ്ടോ? സന്തോഷം. തൃപ്തി ഇല്ലേ? സന്തോഷം. ഇത്രയേ ഉള്ളൂ. അത് യോഗത്തിന്റെ സ്ഥിതിയാണ്. ആ ഗൃഹസ്ഥാശ്രമിക്ക് ഈ നിമിഷത്തിൽ, ഗൃഹസ്ഥാശ്രമി ആയാലും കൊള്ളാം, ഏത് ആശ്രമി ആയാലും കൊള്ളാം, വരുന്നതിനെ അപേക്ഷിക്കുകയും പോണതിനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ സന്തോഷമായിട്ടിരിക്കാം. എല്ലാരെ കുറിച്ചും ചിന്തിക്കാലോ, എല്ലാരെ കുറിച്ചും ചിന്തിക്കാലോ. എന്താ കുഴപ്പം? ഏത് ആശ്രമിയാന്ന് അവിടെ ചോദ്യത്തില്ല. വരുന്നതിനെ അപേക്ഷിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക, സന്തോഷം. ഇനി ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി കഴിയുന്ന ഒരാൾക്ക് അത് സന്യാസി അല്ലല്ലോ. അയാൾക്ക് സന്തോഷമല്ലാണ്ട് എന്താ ഉണ്ടാവുക? കാരണം ലഭിക്കുന്നതൊക്കെ ഭഗവാന്റെ പ്രസാദമാണ്. ഒരാൾ സ്തുതിച്ചു, ഭഗവാന്റെ പ്രസാദം. വേറൊരാൾ നിന്ദിച്ചു, ഭഗവാന്റെ പ്രസാദം. എന്താ കുഴപ്പം? സുഖ സാഹചര്യം വന്നു, ഭഗവാന്റെ പ്രസാദം. ദുഃഖ സാഹചര്യം വന്നു, ഭഗവാന്റെ പ്രസാദം. ഒക്കെ അവിടുന്ന് നിശ്ചയിക്കണം, അല്ലാണ്ട് എന്താ? മറ്റത് ഞാനാ നിശ്ചയിച്ചത്, എനിക്ക് ഇന്നത് വേണം. അപ്പോൾ ദുഃഖ സാഹചര്യം വന്നപ്പോൾ വിരോധമായി, വിഷമായി. അത് ഞാനാ നിശ്ചയിച്ചത്. അവിടെ കർമ്മയോഗമായിട്ടില്ല. അപ്പം എല്ലാവരും കർമ്മയോഗിയാവുമോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ആ തലത്തിൽ അത് പറഞ്ഞു കൊടുക്കണം. കർമ്മിയോട് പറയുമ്പോൾ അത് പറയണം. കർമ്മിയോട് ആഗ്രഹിക്കാൻ തന്നെ പറയണം. എന്താഗ്രഹിക്കാൻ പറയണം? പരമാവധി ആഗ്രഹിക്കാൻ പറയണം. ആഗ്രഹിക്കുന്ന ആളോട് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വേദാന്തം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് ആഗ്രഹിക്കുന്ന ഒരാളോട് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ദ്വന്ദ്വം ഉണ്ടാക്കുക ചെയ്യണത്. അങ്ങനെ ദ്വന്ദ്വമുള്ളൊരു വ്യക്തിയെ സമൂഹത്തിൽ ഇറക്കി വിട്ടിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളോട് എന്താ പറയേണ്ടത്? പരമാവധി ആഗ്രഹിക്കൂ. ആഗ്രഹം നേടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കൂ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം. കർമ്മസംഖ്യകളായിട്ടുള്ള അജ്ഞാനികൾക്ക് ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കരുത്. നീ പോയിട്ട് നീ കുറച്ച് വേദാന്തം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചു വിചാരിച്ചിട്ട് അവന്റെ ബുദ്ധിക്ക് നീ ഭ്രമം ഉണ്ടാക്കരുത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ എന്ത് വേണം? ജോഷയേത് സർവകർമാണി. സർവകർമ്മങ്ങളിലേക്കും അവനെ പ്രേരിപ്പിക്കണം. അതാണ്. ശ്രദ്ധിക്കുക. അപ്പോ ഇങ്ങനെ ഈശ്വരനിൽ സർവകർമ്മങ്ങളെയും സമർപ്പിച്ച് ഫലത്തെ സങ്കല്പിക്കാതെ കണ്ട് ആര് ജീവിക്കുന്നുവോ അവരാണ് യോഗികൾ. തൈഹി അപി, അങ്ങനെയുള്ളവരാലും യോഗികളാലും തദേവ സ്ഥാനം പ്രാപ്യതേ, അതേ സ്ഥാനം പ്രാപിക്കപ്പെടുന്നു. അതേ സ്ഥാനം പ്രാപിക്കപ്പെടുന്നു. എങ്ങനെ? പരമാർത്ഥ ജ്ഞാന സന്യാസ പ്രാപ്തിദ്വാരേണ. അത് നേരത്തെ പറഞ്ഞു. അത് ചിത്തശുദ്ധി, ചിത്തശുദ്ധിയിലൂടെ വിചാരക്ഷമത, ആ വിചാരക്ഷമതയിലൂടെ പരമാർത്ഥ സന്യാസത്തിലേക്ക് അവർ ഉയരുന്നു. അങ്ങനെ ക്രമികമായിട്ട് ഇപ്പൊ ചിത്തശുദ്ധി ദ്വാരേണ, ചിത്തശുദ്ധിയിലൂടെ വിചാര സാമർഥ്യം ലഭിക്കുന്നതിലൂടെ അതേ പദത്തിലേക്ക് അവരും എത്തിച്ചേരുന്നു. അതാണ് ഇത്യഭിപ്രായ. ഇതാണ് അഭിപ്രായം. അതഃ ഏകം സാഖ്യം യോഗം ച യഹ പശ്യതി. സാഖ്യവും യോഗവും ഒന്നാണെന്ന് അതുകൊണ്ട് ആര് കാണുന്നുവോ. വളരെ ശ്രദ്ധിക്കണം. ഇവിടെയാണ് ശാസ്ത്ര താല്പര്യത്തിന് വിരുദ്ധത വരുന്ന സ്ഥലം. സാഖ്യവും യോഗവും ഒന്നാണെന്ന് പറയരുത്. രണ്ടും രണ്ട് തന്നെയാണ്. എന്നാൽ ഫലൈകത്വാത്, ഇവിടെ ഇത് തന്നെയാണ് കുതിര. അതാണ്. വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത് കഴുതയാണ്, ഗദ്ദ. ഇവിടെ ഇത് ഘോട. എവിടെ? ഇവിടെ അല്ല. ഗൗരി കുണ്ടത്ത് പോയാൽ, അതുപോലെ യമുനോത്രി പോണ വഴിയിൽ ഒക്കെ ഇത് തന്നെ ഘോട. അത്രയേ ഉള്ളൂ. പശ്യതി. അതഃ, അതുകൊണ്ട് ഏകം സാഖ്യം ച യോഗം ച ഫലൈകത്വാത്
യഹ പശ്യതി സ പശ്യതി. ആര് കാണുന്നു അവൻ കാണുന്നു. അവൻ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനാണ് ശരിയായി കാണുന്നവൻ, അവനാണ് ശാസ്ത്ര താല്പര്യം കാണുന്നവൻ. അല്ലാത്ത ആള് ശാസ്ത്രവാക്യങ്ങളിൽ കൊരുക്കപ്പെടുന്നവരാണ്. ശാസ്ത്രവാക്യങ്ങളിൽ കൊരുക്കപ്പെടുന്നവർക്ക് ശാസ്ത്ര താല്പര്യം അറിയാൻ കഴിയില്ല. ശാസ്ത്ര താല്പര്യം അറിഞ്ഞ ആള് ചിലപ്പോൾ ഒരു ശാസ്ത്രവും വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ അക്ഷരം പോലും അറിയുണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. ഏവം തർഹി യോഗാത് സന്യാസ ഏവ വിശിഷ്യതേ കഥം തർഹി ഇദമുക്തം തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ ഇതി. ഏവം തർഹി യോഗാത് സന്യാസഃ ഏവ വിശിഷ്യതേ കഥം തർഹി ഇദമുക്തം തയോഃ തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ ഇതി. അപ്പൊ ഇവിടെ ഭഗവത്ഗീതയിൽ യാതൊരു സ്ഥാനത്തെ സാഖ്യന്മാർ പ്രാപിക്കുന്നുവോ അതേ സ്ഥാനത്തെ യോഗികളും പ്രാപിക്കുന്നു. അതുകൊണ്ട് സാഖ്യവും യോഗവും ഏകമാണെന്നാ പറഞ്ഞത്. ഒരു പ്രശ്നമില്ല അവിടെ. എന്നാൽ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു, പരമാർത്ഥജ്ഞാന സന്യാസപ്രാപ്തിദ്വാരേണ, ചിത്തശുദ്ധിയിലൂടെ, വിചാരക്ഷമതയിലൂടെ, തത്വജ്ഞാനത്തിലൂടെ, പരമാർത്ഥ സന്യാസത്തിലേക്ക് ഉയരുന്നതിലൂടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കേട്ടപ്പോൾ ഉണ്ടാകുന്ന സംശയമാണ് ഏവം തർഹി, അങ്ങനെയാണെങ്കിൽ, ഏവം തർഹി അങ്ങനെയാണെങ്കിൽ യോഗാത് സന്യാസേവ വിശിഷ്യത, യോഗത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സന്യാസമാണല്ലോ. കാരണം യോഗത്തിലൂടെ സന്യാസത്തിലെത്തുന്നു, സന്യാസത്തിലൂടെ മോക്ഷം എന്ന് പറയുമ്പോൾ സന്യാസമല്ലേ ശ്രേഷ്ഠം യോഗത്തെക്കാൾ? ആണല്ലോ ഈ പറഞ്ഞ ക്രമത്തിലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ കഥം തർഹി തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത ഇതി. പിന്നെ എങ്ങനെയാണ് കർമ്മസന്യാസത്തെക്കാൾ നല്ലതാണ് കർമ്മയോഗം എന്ന് അർജുനനോട് പറഞ്ഞു കൊടുത്തത്? അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയല്ലേ ഭഗവാൻ പറഞ്ഞത്? ചോദ്യം. ശൃണു തത്ര കാരണം ത്വയാ പൃഷ്ടം കേവലം കർമ്മസന്യാസം കർമ്മയോഗം ച അഭിപ്രേത്യ തയോഃ അന്യതരഃ കഹാശ്രയാൻ തദനുരൂപം പ്രതിവചനം മയാ ഉക്തം കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ ഇതി ജ്ഞാനം അനപേക്ഷ്യ. ജ്ഞാനാപേക്ഷഃ തു സന്യാസഃ സാഖ്യം ഇതി മയാ അഭിപ്രേതഃ. പരമാർത്ഥയോഗഃ ച സ ഏവ. യഹ തു കർമ്മയോഗഃ വൈദികഃ സഹ താദർത്ഥ്യാദ് യോഗഃ സന്യാസ ഇതി ച ഉപചര്യതേ. കഥം താദർത്ഥ്യം ഇതി ഉച്യതേ. ഏവം തർഹി അല്ല, അത് വായിച്ചു. ശൃണു തത്ര കാരണം ത്വയാ പൃഷ്ടം കേവലം കർമ്മസന്യാസം കർമ്മയോഗം ച അഭിപ്രേത്യ തയോഃ അന്യതരഃ കഃ ശ്രേയാൻ തദനുരൂപം പ്രതിവചനം മയാ ഉക്തം കർമ്മസന്യാസാത് കർമ്മയോഗഃ വിശിഷ്യതേ ഇതി ജ്ഞാനം അനപേക്ഷ്യ. ജ്ഞാനാപേക്ഷഃ തു സന്യാസഃ സാഖ്യം ഇതി മയാ അഭിപ്രേതഃ. പരമാർത്ഥയോഗഃ ച സ ഏവ. യഹ തു കർമ്മയോഗഃ വൈദികഃ സഹ താദർത്ഥ്യാദ് യോഗഃ സന്യാസഃ ഇതി ച ഉപചര്യതേ. കഥം താദർത്ഥ്യം ഇതി ഉച്യതേ. നോക്കൂ, അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഒരു പ്രശ്നമില്ല, വളരെ ലളിതമാണ്.
ത്വയാ പൃഷ്ടം കേവലം കർമ്മസന്യാസം കർമ്മയോഗം ച അഭിപ്രത്യ തയോഹോ അന്യതരഹ കഹ ശ്രേയാനിധി. നിന്നാൽ ചോദിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, അതായത് കർമ്മയോഗവും കർമ്മസന്യാസവും ഈ രണ്ടിൽ വെച്ച് ഏതാണ് ശ്രേയസ്കരം എന്നാണ് നീ ചോദിച്ചത്. കർമ്മയോഗം കർമ്മസന്യാസം എന്നിവയിൽ ഏതാണ് ശ്രേയസ്കരം? അവിടെ നമ്മൾ വിശദമായി വിചാരം ചെയ്തിട്ട് അനാത്മജ്ഞനെ സംബന്ധിച്ചുള്ളതാണ് പ്രശ്നം എന്ന് നിർണയിച്ചിട്ടുണ്ട് ഭാഷ്യത്തിൽ. നമ്മളത് വിശദമായി ചിന്തിച്ചതാണ്. അനാത്മജ്ഞനെ സംബന്ധിച്ചാകുന്നു ചോദ്യം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രണ്ടെണ്ണത്തെ ആശ്രയിച്ചുകൊണ്ട് തയോഹോ അന്യതരഹ കഹ ശ്രേയാൻ, രണ്ടിലൊന്ന് ഏതാണ് ശ്രേയസ്കരം എന്നാണ് നീ ചോദിച്ചത്. സന്യാസം കർമ്മയോഗം എന്നീ രണ്ടെണ്ണത്തിൽ രണ്ടിലൊന്ന് ഏതാണ് ശ്രേയസ്കരം എന്നാണ് നീ ചോദിച്ചത്. തദനുരൂപം മയാ പ്രതിവചനമുക്തം, അതിൻ്റെ അപേക്ഷയിലാണ് ഞാൻ മറുപടി പറഞ്ഞത്. നീ ചോദിച്ചതിനാണ് മറുപടി പറഞ്ഞത്. എന്ത്? കർമ്മയോഗ വിശിഷ്യതേ, കർമ്മയോഗമാണ് നല്ലത്, ജ്ഞാനം അനപേക്ഷ. അല്ലാതെ അത് ജ്ഞാനനിഷ്ഠനെ സംബന്ധിച്ച് പാരമാർത്ഥികമായ ബ്രഹ്മജ്ഞാനത്തെ അപേക്ഷിച്ചുകൊണ്ടല്ല ഞാൻ മറുപടി പറഞ്ഞത്. അനാത്മജ്ഞനെ സംബന്ധിച്ച് കർമ്മയോഗം കർമ്മസന്യാസം എന്നിവയിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കർമ്മയോഗമാണ്. അതിനെന്താ തെറ്റ്? ആ കർമ്മയോഗം ചിത്തശുദ്ധിദ്വാരേണ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയർത്തുന്നു. ആ പാരമാർത്ഥിക സന്യാസത്തെയാണ് സാഖ്യം എന്ന് പറഞ്ഞത്. ആ സാഖ്യത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ടാണ് കർമ്മയോഗവും കർമ്മസന്യാസവും ഒക്കെ വരുന്നത്. ഈ വിഷയം നമ്മൾ നേരത്തെ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയോട് നീ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ് പഠിക്കുന്നതിനേക്കാൾ ഇപ്പം നിനക്ക് നല്ലത് 9ാം ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരാൾ പറയുക 9ാം ക്ലാസ്സിനേക്കാൾ നല്ലത് പോസ്റ്റ് ഗ്രാജുവേഷനാ. അതെങ്ങനെയാത്? ഒരിക്കലുമല്ല. 8 കഴിഞ്ഞ ആൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനേക്കാൾ നല്ലത് 9ആണ്. ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനാണ് നല്ലത്, അയാൾക്ക് 9അല്ല. അധികാരി ഭേദം അനുസരിച്ചാണ് ഇതൊക്കെയും. അപ്പൊ ജ്ഞാനാപേക്ഷമല്ലാതെ ആണ് ഞാൻ മറുപടി പറഞ്ഞത്. പാരമാർത്ഥിക ജ്ഞാനനിഷ്ഠയാണ് സന്യാസം, സാഖ്യം. അത് പാരമാർത്ഥിക സന്യാസം. അതിൻ്റെ അപേക്ഷയിൽ ചോദ്യം വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു വിശദമായിട്ട്. പാരമാർത്ഥിക സന്യാസത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ഇടയ്ക്ക് ഒരു കർമ്മസന്യാസം ഉണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, വിഹിതങ്ങളായ കർമ്മങ്ങളെ വിധിപ്രകാരം സന്യസിക്കുന്നത് ഇവിടെ കർമ്മസന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നു. വിഹിതങ്ങളായ ശാസ്ത്രീയങ്ങളായ കർമ്മങ്ങളുടെ പരിത്യാഗമാണ് സന്യാസം. അങ്ങനെ പരിത്യജിക്കുന്നത് ജ്ഞാനനിഷ്ഠയിലല്ല. ജ്ഞാനനിഷ്ഠയിൽ അയാൾക്ക് പരിത്യജിക്കാൻ ഒന്നില്ല. ജ്ഞാനനിഷ്ഠൻ ബാഹ്യമായി സന്യസിച്ചാലും ഇല്ലെങ്കിലും അയാൾ പാരമാർത്ഥിക സന്യാസത്തിലാണ്. മറ്റേയാൾ അതല്ല. മറ്റേയാൾ വിവിധിഷാ സന്യാസമാണ്. വിവിധിഷ എന്ന് പറഞ്ഞാൽ വേദിതും ഇച്ഛ, അറിയുവാനുള്ള ഇച്ഛയാണ്. അറിയുവാൻ ഇച്ഛയുള്ള ആള് അറിഞ്ഞവനാണോ അല്ലയോ? അല്ല, ഉറപ്പാണ്. അപ്പൊ പിന്നെ അയാൾക്ക് എന്താ സന്യസിക്കാൻ അധികാരം? അയാൾക്ക് ഒന്ന് വിവേക വൈരാഗ്യങ്ങൾ ഉറച്ചിരിക്കുന്നു, 2 ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളാകുന്ന സംഘാതം ഞാനല്ല എന്നുറച്ചിരിക്കുന്നു. എന്താണ് തൻ്റെ സ്വരൂപമെന്ന് പരമാർത്ഥത്തിലൊട്ട് അറിഞ്ഞിട്ടുമില്ല. ഈ തലത്തിലുള്ള ആളാണ് കർമ്മങ്ങളെ ഉപേക്ഷിച്ച് പൂർണ്ണമായി ആത്മജ്ഞാന വിചാരത്തിൽ പ്രവർത്തിക്കാൻ ശാസ്ത്രത്തിൽ അധികൃതനായിരിക്കുന്നത്. അതുകൊണ്ട് പാരമാർത്ഥിക സന്യാസത്തിന് മുമ്പ് കർമ്മസന്യാസമുണ്ട്. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സന്യാസമാണെന്നർത്ഥമില്ല, അല്ലെന്നും അർത്ഥമില്ല. എന്ന് വെച്ചാൽ അർത്ഥം, ഒരാൾ കർമ്മസന്യാസിയായിരിക്കുന്ന ആള് പാരമാർത്ഥികമായ ജ്ഞാനം ഇല്ലാത്ത ആളാണെന്നോ ഉള്ള ആളാണെന്നോ പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ചിദാനന്ദപുരി സ്വാമി ഇരുന്നിട്ട് ഇങ്ങനെ വേദാന്തം പ്രസംഗിക്കുകയാണ്.
അതുകൊണ്ട് ചിദാനന്ദപുരസ്വാമി അറിഞ്ഞവനാണെന്നർത്ഥമില്ല, അറിയാത്തവനാണെന്നും അർത്ഥമില്ല, പഠിച്ചവനാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതെ, മറ്റതറിയില്ല, മറ്റത് അറിയുന്നവർക്കേ അറിയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർമ്മസന്യാസം, കർമ്മയോഗം ഇവ രണ്ടും തുലനം ചെയ്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, ആവർത്തിക്കാം, കർമ്മയോഗം കർമ്മസന്യാസം ഇവ രണ്ടിനെയും തുലനം ചെയ്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമായി പാരമാർത്ഥിക ആത്മജ്ഞാനത്തെ സംബന്ധിച്ചുള്ള തലമല്ല അത്, അനാത്മജ്ഞാനം സംബന്ധിച്ചാണതെന്ന് വിശദമായ ഭാഷ്യത്തിലൂടെ നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു തന്നത്. അപ്പോൾ ശരീരാഹം ബുദ്ധിയോട് കൂടിയിരിക്കുന്ന തലത്തിൽ നിനക്ക് അർജുന യോഗം തന്നെയാണ് നല്ലത്. ഒരാൾ വന്ന് സംശയം ചോദിക്കുക, സ്വാമി എനിക്ക് സന്യസിക്കാൻ ആയിട്ടുണ്ടോ ഇല്ലയോ? ഒറ്റ മറുപടിയുള്ളൂ, എന്ത്? ഇല്ല. ഒറ്റ മറുപടി. അതെന്താ സ്വാമി ഇല്ലാന്നെങ്ങനെ ഉറപ്പിച്ച് പറയുക? അധികാരിയായവന് സംശയം വരില്ലല്ലോ. നമ്മള് ഒരു ചുട്ടുപൊള്ളുന്ന ലോഹത്തിൽ സ്പർശിച്ചു, തീക്കനലിൽ സ്പർശിച്ചു. ഗുരുനാഥ ഞാൻ കൈ വലിക്കട്ടെ, അല്ലെങ്കിൽ അമ്മേ ഞാൻ കൈ വലിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണോ കൈ വലിക്കുക? അല്ല, ഒരിക്കലും അല്ല. ഗുരുനാഥ ഞാൻ കൈ വലിച്ചോട്ടെ, പൊള്ളി തീയില്ലാതെ ഒട്ടിരിക്കണേ. അപ്പൊ വലിച്ചിരിക്കും. അത് ഗുരുനാഥനോട് ചോദിച്ചിട്ടൊന്നും അല്ല വലിക്കുക. അത് എന്നോട് ആര് പറഞ്ഞു വലിക്കാൻ? അത് ചോദ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഉറപ്പാണ് അവർ അധികാരിയാണ് കൈവലിക്കാൻ. അല്ലാത്തവർ നമുക്ക് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ആളെടുത്ത് ഒരു കോടി രൂപ ഉണ്ട്, 1 കോടി രൂപ കെട്ടിവെച്ചിട്ടുണ്ട്, ഒരു ബ്രീഫ് കേസിലുണ്ട്. അയാളാണ് വെള്ളത്തിൽ വീണ് മുങ്ങുകയാണ്, മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആദ്യം നമ്മൾ പരമാവധി ഈ 1 കോടി രൂപ രക്ഷിക്കാനാണ് ശ്രമിക്കുക. പരമാവധി 1 കോടി രൂപ രക്ഷിക്കാൻ ശ്രമിക്കില്ല, അവസാനം ഒരു നിവൃത്തിയില്ല. ഒരല്പം ശ്വാസം കിട്ടണം, ഒരല്പം വായു, വേറെ ഒന്നും വേണ്ട. ഈ 1 കോടി രൂപയുടെ പിടി വിടുവോ ഇല്ലയോ? അതറിയില്ല. അപ്പൊ വിട്ടിരിക്കും, സംശയമില്ല. അവിടെ ഗുരുനാഥനോട് ചോദിച്ചിട്ട് പിടിവിടാം എന്നില്ല, അപ്പൊ വിട്ടിരിക്കും. അത് ചിന്തിക്കുക. പിന്നെ അതോ ഇത്രയും പറഞ്ഞിട്ട് പിന്നെയും എന്താപ്പത്? എന്താ വ്യക്തത കുറവ്? പരിപൂർണമായ ചിത്തശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനോദയവും അത് രണ്ടും തമ്മിലൊരു സമയമില്ലല്ലോ. കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി നേടിയാൽ പിന്നെ ജ്ഞാനോദയവുമായിട്ട് ഒരു അന്തരമില്ലല്ലോ എന്നാണ് ചോദിച്ചത്. ഉണ്ട് എന്നാണ് മറുപടി. ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവന്നാൽ വിചാരക്ഷമത വന്നു എന്നേ ഉള്ളൂ. വിചാരക്ഷമത വന്നു എന്നുള്ളത് കൊണ്ട് തത്വജ്ഞാനം പ്രകാശിച്ചു എന്നർത്ഥമില്ല. കത്തി നല്ല അണച്ച് മൂർച്ചയാക്കി എന്നാലേ അവനെ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ട് നല്ല മൂർച്ചയാക്കി അതിനെ എല്ലാം അസ്സലാക്കി, അതുകൊണ്ട് അവൻ ചാവുക? ഇനി അത് ഉപയോഗിച്ച് അവനെ കുത്തണം, എന്നാലേ അവൻ ചാവൂ. മൂർച്ചയാക്കിയിട്ടുണ്ട്, അതിലൊന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ കത്തി മൂർച്ചയാക്കി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, മൂർച്ചയാക്കിയ കത്തിയെ ഉപയോഗിച്ച് പ്രവർത്തിക്കണം. ഇതുപോലെ ആത്മാകാര വൃത്തി ഉദിക്കണമെങ്കിൽ ശ്രവണമനന നിധിധ്യാസ ലക്ഷണമായിരിക്കുന്ന സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കണം. ഈ പറഞ്ഞതുകൊണ്ട് ഓരോരുത്തരും പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, സത്വമസി, അയമാത്മാ ബ്രഹ്മ ഇത്യാദി മഹാവാക്യങ്ങൾ തന്നെ കേൾക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അതിൻ്റെ താത്പര്യം ഗ്രഹിച്ചിരിക്കണം. ആ താത്പര്യം ഗ്രഹിക്കണമെങ്കിൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയും വേണം.
അതുകൊണ്ട് കർമ്മയോഗത്തിലൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് ശുദ്ധിയും ഏകാഗ്രതയും എന്നുള്ളതാകുന്നു. ആ സ്ഥിതിയിൽ അയാൾ അടുത്തതിലേക്ക് കടക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ക്രമികമായി വൈദിക ലൗകിക കർമ്മങ്ങളെ സ്വധർമാനുരൂപം ചെയ്ത് മുന്നോട്ട് പോയി പതുക്കെ പതുക്കെ യോഗബുദ്ധിയെ കൈവരിച്ച് ഇന്നലെകളിൽ തൻ്റെ ഫലപ്രാപ്തിക്കായിക്കൊണ്ട് താൻ ചെയ്ത കർമ്മങ്ങളെ ഇന്ന് ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി ചെയ്ത് ചിത്തശുദ്ധി സമാർജിച്ച് അതിൻ്റെ ഫലമായി ക്രമേണ വിവേകവൈരാഗ്യാദി സാധനാ സമ്പത്തി നേടി അവിടെ ഇരിക്കാനല്ല പറഞ്ഞത്. പിന്നെ പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതിസേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത്. അവിടെ ചിത്തശുദ്ധിയായിട്ട് ഇരുന്നോണ്ട് കാര്യമില്ല. അപ്പൊ ചിത്തശുദ്ധി എന്നുള്ള തലം വരെ കർമ്മയോഗം നമ്മളെ നയിക്കും. അത് വിവേകാദി സാധനാ സമ്പത്തിയെ നേടും. ഇനി അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് പുരുഷ പ്രയത്നം കൊണ്ട് നമ്മളാണ്. ഏതുവരെ? ആ പുരുഷ പ്രയത്നം കൊഴിഞ്ഞു പോകുന്നത് വരെ. താവദേവ നിരോധവ്യം യാവത് ഹൃദി ഗതം ക്ഷയം. തൻ്റെ ആ പ്രത്യേകാത്മഭാവത്തിൽ പൂർണ്ണമായി വിലയിക്കുന്നത് വരെ സാധനാനുഷ്ഠാനത്തിൽ വ്യാപരിക്കണം. ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് നീ ചോദിച്ചതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ജ്ഞാനാപേക്ഷയിലൊന്നുമല്ല. ജ്ഞാനാപേക്ഷ തു സന്യാസ സാഖ്യം. പാരമാർത്ഥികമായ ജ്ഞാനത്തിൽ ഉള്ള സഹജമായ സന്യാസം അത് സാഖ്യമാണ്. ഇത് മയാഭിപ്രായത. ഇതാണ് എൻ്റെ അഭിപ്രായം, അതാണ് എൻ്റെ പാരമാർത്ഥികമായ അഭിപ്രായം. ഈ അഭിപ്രായം ഞാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏഷാ തേ ബിഹിത സാഖ്യേ ബുദ്ധിർ യോഗേ തിമാം ശൃണു. അതേ അഭിപ്രായം ഞാൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അത് പല സന്ദർഭങ്ങളിൽ വിസ്തരിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ നമ്മൾ ചിന്തിച്ചു. യാവാനർത്ഥ ഉദപാനെ ഇത്യാദി പറഞ്ഞ ഉടനെ കർമ്മണ്യേവാധികാരസ്ഥേ ഇത്യാദി പറഞ്ഞത്. അതുകൊണ്ട് പാരമാർത്ഥിക ജ്ഞാനത്തിലുള്ള പാരമാർത്ഥിക സന്യാസം അത് സാഖ്യമാണ്. അത് വേറെ. അനാത്മജ്ഞന്റെ കർത്തവ്യതയാ വരുന്ന സന്യാസ യോഗങ്ങളെ കുറിച്ചാണ് നിന്റെ സംശയം. അതിൽ നിനക്ക് നല്ലത് സന്യാസമല്ല, യോഗമാണ്. യഹതു കർമ്മയോഗ വൈദിക. അപ്പോ വൈദികമായ കർമ്മയോഗം, വേദവിഹിതമായ കർമ്മയോഗം സഹ താദർത്ഥ്യാത് യോഗ സന്യാസ ഇത് ഔപചാര്യതേ. ഈ കർമ്മയോഗത്തെയും സന്യാസം യോഗം എന്നൊക്കെ പറയും. അതെങ്ങനെയാ പറയണത്? താദർത്ഥ്യാത്, തദർത്ഥത കൊണ്ട്. തദർത്ഥത കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രസിദ്ധമായ ചൊല്ല് പറയാം. ആയുർവൈ ഘൃതം. ആയുർവൈ ഘൃതം പ്രസിദ്ധമായൊരു ചൊല്ലാണ്. വൈ നിശ്ചയമായും നെയ്യ് ആയുസ്സാണ്. അതെങ്ങനെ നെയ്യ് ആയുസ്സാവുക? നെയ്യ് ആയുസ്സാ? അവ പറയും നിത്യം വിഹിതമായ മാത്രയിൽ നെയ്യ് കഴിച്ചാൽ പൂർണ്ണമായ ആയുസ് രോഗരഹിതമായി ലഭിക്കും. എത്രയാണോ നമുക്ക് വെച്ചിട്ടുള്ള ആയുസ്, ആ ആയുസ് രോഗരഹിതമായി ലഭിക്കും ദിവസവും വിഹിതമായ മാത്രയിൽ നെയ്യ് കഴിച്ചാൽ. അതുകൊണ്ട് നെയ്യനെ ആയുസ് എന്ന് പറയുന്നു. നെയ്യ് ആയുസാ? അല്ല, അത് ആദർത്ഥ്യനെയാണ്. ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ വിളി കുറവാണ്, ഇപ്പൊ വിളിയൊന്നും ഇല്ല. ഇപ്പൊ വിളി കേൾക്കണമെങ്കിൽ തൃശ്ശൂർ പോകണം. തൃശ്ശൂർ ഇപ്പോഴുണ്ട്, നല്ല വിളിയുണ്ട്. കൊടുങ്ങല്ലൂർ 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 വിളിക്കും.
കൊടുങ്ങല്ലൂർ. അപ്പൊ അത് അതൊരു ബസ്സാണ്, അതൊരു ഒരു 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 ട്രക്ക്, അത്രയേ ഉള്ളൂ. ഒരു ബോഡിയൊക്കെ ഇട്ട് സീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രക്കാണ്. അതെ ഞാൻ കൊടുങ്ങല്ലൂർ എങ്ങനെയാ കൊടുങ്ങല്ലൂരാവുക? അത് തൃശ്ശൂരല്ലേ. അപ്പോ ഇതിൽ കയറിയിരുന്നാൽ പ്രാരബ്ധം ഉണ്ടെങ്കിൽ കൊടുങ്ങല്ലൂര് എത്തും എന്നാണ് വിളിച്ചു പറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ? പണ്ടൊക്കെ എൻ്റെ കോഴിക്കോട് ഉണ്ടായിരുന്നു, കണ്ണൂർ കണ്ണൂർ കണ്ണൂർ, മഞ്ചേരി മഞ്ചേരി എന്നൊക്കെ വിളിക്കും. ആ മഞ്ചേരി അല്ല, കണ്ണൂരും അല്ല. അത് സംഗതി ഒരു ട്രക്ക് ബോഡി ഇട്ടിട്ട് സീറ്റൊക്കെ വെച്ച് നല്ലൊരു സുഖമായിട്ട് ഇരിക്കാവുന്ന നല്ല ഗംഭീര ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് അതാണ്. പാട്ട് നിർബന്ധമാണ് മഞ്ചേരിക്കൊക്കെ പോണ ബസ്സിൽ. അതെ. അപ്പൊ അതിൽ കയറി ഇരുന്നാൽ പ്രാരബ്ധം ഉണ്ടെങ്കിൽ അവിടെ എത്തുന്ന മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. താതർത്ഥ്യേന. അല്ലാണ്ട് അത് കൊടുങ്ങല്ലൂരാന്ന് അർത്ഥമില്ല, അത് കണ്ണൂരാന്ന് അർത്ഥമില്ല. അതുപോലെ ഈ യോഗം ശുദ്ധമായി അനുഷ്ഠിച്ചാൽ ചിത്തശുദ്ധി ദ്വാരേണ തത്വജ്ഞാനത്തിലേക്ക്, തദ്വാര പാരമാർത്ഥിക സന്യാസത്തിലേക്ക് എത്തിക്കും എന്നതുകൊണ്ട് ഇതിനെയും സന്യാസം എന്ന് ഉപചര്യതേ, ഉപചാരപൂർവം പറയുന്നു. ഉപചര്യതേ. അപ്പൊ അവിടെ ഒരു സംശയം, കഥം താതർത്ഥ്യം, എങ്ങനെ ഈ താതർത്ഥ്യം അതെന്ന് പറഞ്ഞുതരൂ. താതർത്ഥ്യം വെച്ചാൽ അതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയാ ഒന്ന് പറഞ്ഞു തരുമോ? അത് പറയാം. അതാണ് അടുത്ത ശ്ലോകം.